Hello, good morning. Second day of trip starting now. ന്യൂയോർക്കിലുള്ളവരുടെ മെയിൻ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഈ കാണുന്ന സബ്വേ ആണ്. ന്യൂയോർക്ക് ഫുള്ളി സബ്വേ വെച്ച് കണക്റ്റഡ് ആയതുകൊണ്ട് എല്ലാവിടെയും പെട്ടെന്ന് എത്താൻ പറ്റും. പിന്നെ ഇത് ഭയങ്കര അഫോർഡബിളും ആണ്. ഫസ്റ്റ് ഡേ കുറച്ച് പാടുപെട്ടു ഇതിൻ്റെ എൻട്രൻസും ഡയറക്ഷനും ഒക്കെ കണ്ടുപിടിക്കാനായിട്ട്. പക്ഷേ ഇപ്പോൾ കയറി സെറ്റായി. ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് സ്പോട്ട് എന്ന് പറയുന്നത് സ്റ്റാച്യു ഓഫ് ലിബർട്ടി ആണ്. ലിബർട്ടി ഐലൻഡിലാണ് സ്റ്റാച്യു ഓഫ് ലിബർട്ടി ഉള്ളത്. അങ്ങോട്ടേക്ക് പോകുന്നത് ബോട്ടിലായതുകൊണ്ട് നമ്മൾ നേരത്തെ ബോട്ടിൻ്റെ ടൈം റിസർവ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ എടുത്തേക്കുന്നത് രാവിലെ 10:30 സ്ലോട്ടാണ്. ഈ സ്റ്റാച്യു ഓഫ് ലിബർട്ടി 1886 അമേരിക്കയ്ക്ക് ഫ്രാൻസ് കൊടുത്തൊരു ഗിഫ്റ്റായിരുന്നു. 1776 അമേരിക്കയ്ക്ക് ബ്രിട്ടനിൽ നിന്ന് ഇൻഡിപെൻഡൻസ് കിട്ടുന്നത്. ആൻഡ് അതിൻ്റെ ഒരു 100th ആനിവേഴ്സറി സെലിബ്രേഷൻ്റെ പാർട്ടായിട്ടാണ് ഫ്രാൻസ് ഈ ഗിഫ്റ്റ് അമേരിക്കയ്ക്ക് കൊടുക്കുന്നത്. ഈ സ്റ്റാച്യു ഡിസൈൻ ചെയ്തേക്കുന്നത് ഒരു ഫ്രഞ്ച് ശില്പിയാണ്. ഇതിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചർ ചെയ്തേക്കുന്നത് ഐഫിൽ ടവറിൻ്റെ സീം എൻജിനീയറാണ്. പിന്നെ ഇത് ആദ്യം ഫ്രാൻസിൽ കൺസ്ട്രക്റ്റ് ചെയ്തിട്ട് പിന്നെ അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് ഷിപ്പിൽ കയറ്റി ന്യൂയോർക്കിൽ എത്തിച്ച് ഈ ലിബർട്ടി ഐലൻഡിലാണ് ഇതിനെ വീണ്ടും അസംബിൾ ചെയ്യുന്നത്. അന്നത്തെ കാലത്ത് അതായത് ഒരു 19th സെഞ്ച്വറിയിൽ ഇമിഗ്രൻസ് എല്ലാം വരുന്നത് ഷിപ്പിലാണല്ലോ. അപ്പോൾ അവർ ആ ഷിപ്പിൽ വരുമ്പോൾ അവർക്കൊരു ഫസ്റ്റ് കിട്ടുന്ന ഒരു അമേരിക്കയുടെ വ്യൂ എന്ന് പറയുന്നത് ഈ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയാണ്. അതുകൊണ്ടാണ് ഈ സ്റ്റാച്യു ഓഫ് ലിബർട്ടിനെ ഇവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ അടുത്തായിട്ടൊരു മ്യൂസിയം ഉണ്ട്. ഈ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ ഫുൾ ഹിസ്റ്ററി ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ലൈക്ക് ഇത് ഉണ്ടാക്കാനെടുത്ത ടൈം, ഇടയ്ക്കുണ്ടായ കുറേ ഇഷ്യൂസ്, പിന്നെ ഇതിൻ്റെ ഒരു ഡെമോ സ്ട്രക്ചർ എല്ലാം അവിടെ ഉണ്ട്. പിന്നെ ടൂറിസ്റ്റിന് കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആക്കാൻ വേണ്ടി കുറച്ച് ഇൻട്രാക്റ്റീവ് ആക്ടിവിറ്റീസും ഇവരിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ അടുത്ത സ്പോട്ടാണ് 9/11 മെമ്മോറിയൽ. 2001 സെപ്റ്റംബർ 11 അതായത് 9/11 അമേരിക്കൻ ഹിസ്റ്ററിയിലെ ഏറ്റവും വലിയ ടെററിസ്റ്റ് അറ്റാക്ക് നടക്കുന്നത്. ഈ ന്യൂയോർക്കിലുള്ള വേൾഡ് ട്രേഡ് സെൻറ്റർ ടവേഴ്സിലേക്ക് ടെററിസ്റ്റ് ഹൈജാക്ക് ചെയ്ത പ്ലെയിൻസ് ഇടിച്ചു കയറി ടവർ തകർന്ന് ആ ഫ്ലൈറ്റിലുണ്ടായവരും ബിൽഡിങ്ങിലുണ്ടായവരും എല്ലാവരും കൂടെ ആയിരക്കണക്കിന് ആൾക്കാർ മരിച്ചു. അപ്പോൾ ആ ഒരു അറ്റാക്കിൻ്റെ മെമ്മറിയും മരിച്ചവരുടെ മെമ്മറിയും നിലനിർത്താനായിട്ടാണ് ഈ 9/11 മെമ്മോറിയൽ നിർമ്മിച്ചേക്കുന്നത്. ഇത് ആക്ച്വലി ഗ്രൗണ്ട് സീറോയിലാണ്, അതായത് ആ ട്വിൻ ടവേഴ്സ് നിന്നിരുന്ന എക്സാക്ട് പ്ലേസിലാണ് ഈ മെമ്മോറിയൽ ഉള്ളത്. ഇതിൻ്റെ ചുറ്റും മരിച്ചവരുടെ പേരുകളെല്ലാം എൻഗ്രേവ് ചെയ്തിട്ടുണ്ട്. 2011 അതായത് അറ്റാക്ക് നടന്നതിൻ്റെ 10th ആനിവേഴ്സറിയിലാണ് ഈ മെമ്മോറിയൽ പബ്ലിക്കിനായിട്ട് ഓപ്പൺ ചെയ്തത്. ഇടയ്ക്ക് ഇതേപോലെ വൈറ്റ് റോസസ് കാണാം ഓരോ പേരിൻ്റെ ഇടയ്ക്ക്. മീനിങ് ഇന്ന് ആളുടെ ബർത്ത്ഡേ ആണ് എന്നാണ്. ഇവിടുത്തെ സ്റ്റാഫ്സ് തന്നെയാണ് ഇത് വയ്ക്കുന്നത്. ഇനി നമ്മൾ ലഞ്ച് കഴിക്കാൻ പോവാണ്. ലഞ്ചെന്ന് പറയാൻ പറ്റുമെന്നറിയില്ല, കറങ്ങി നടന്ന് ഇപ്പം തന്നെ 4 മണിയായി. ഇടയ്ക്ക് ഓരോ സ്നാക്സൊക്കെ വാങ്ങി കഴിച്ചുകൊണ്ട് വിശപ്പുണ്ടായില്ല ആക്ച്വലി. എഗെയിൻ മെട്രോയിലാണ് നമ്മൾ പോകുന്നത്.
സോ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ചൈന ടൗണിലാണ്. ഇവിടെ കുറേ മസ്റ്റ് ട്രൈ ഫുഡ്സ് ഉണ്ട്. പിന്നെ സ്ട്രീറ്റ് ഷോപ്പിങ്ങിനും ഫേമസ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് ചൈന ടൗൺ. ഈ അഫോർഡബിൾ റേറ്റിൽ കുറേ ഗിഫ്റ്റ്സും ആക്സസറീസും ക്ലോത്ത്സൊക്കെ ഇവിടെ കിട്ടും. അപ്പോൾ നല്ല ചൂടായതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്നൊരു കുട്ടി ഫാനൊക്കെ വാങ്ങി കയ്യിൽ വെച്ചിട്ടുണ്ട്. ഇതാണ് നോംബ ടീ പാർലർ. ഒരു 100 years മുൻപ് ചൈന ടൗണിൽ തുടങ്ങിയ ഒരു ഡിംസം റെസ്റ്റോറൻ്റ് ആണിത്. ഡിംസം എന്ന് പറഞ്ഞാൽ സതേൺ ചൈനീസ് സ്റ്റൈലിലുള്ളൊരു ക്യുസീനാണ്. നമ്മളിപ്പോൾ ഓർഡർ ചെയ്തേക്കുന്നത് ചിക്കൻ സൂപ്പ് ഡംപ്ലിങ്സും ഷ്രിംപ് ഡംപ്ലിങ്സും പോർക്ക് ബണ്ണും ആണ്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് മാൻഹാട്ടൻ ബ്രിഡ്ജിൽ കൂടെയാണ്. പക്ഷെ നമ്മൾ ശരിക്കും പോകുന്നത് ബ്രൂക്ലിൻ ബ്രിഡ്ജ് കാണാനാണ്. ന്യൂയോർക്കിലെ വൺ ഓഫ് ദി ഓൾഡസ്റ്റ് ബ്രിഡ്ജാണ് ബ്രൂക്ലിൻ ബ്രിഡ്ജ്. ഈ ഓപ്പോസിറ്റ് കാണുന്നതാണ് ബ്രൂക്ലിൻ ബ്രിഡ്ജ്. 1883 അതായത് അറൗണ്ട് ഒരു 140+ വർഷങ്ങൾക്ക് മുൻപാണ് ഈ ബ്രിഡ്ജ് ആദ്യമായിട്ട് പബ്ലിക്കിന് ഓപ്പൺ ചെയ്യുന്നത്. നമ്മൾ ഈ ന്യൂയോർക്കിലെ ഫോട്ടോസൊക്കെ എടുത്ത് നോക്കുമ്പോൾ കോമൺ ആയിട്ട് വരുന്ന ഒരു ലാൻഡ്മാർക്കായിട്ടാണ് ഇതും. ഇവിടുത്തെ സൺസെറ്റാണ് മെയിൻ ഹൈലൈറ്റ്. കുറേ ആൾക്കാർ വരും ഇവിടുത്തെ സൺസെറ്റ് കാണാനായിട്ട്. നമ്മൾ കുറേ നേരം ഈ വ്യൂ ഒക്കെ കണ്ടിരുന്നു. ഫുൾ ഇരുട്ടായിട്ടാണ് പോയത്. ആ ഇരുട്ടാവുന്ന സമയത്തും സ്കൈലൊരു സ്പെഷ്യൽ ഒരു മാജിക്കൽ ലൈറ്റ് പോലെ നല്ല രസമായിരുന്നു കാണാൻ. നമ്മൾ ഇന്ന് രാത്രിയും വീണ്ടും ടൈം സ്ക്വയറിലെത്തി. ഇന്നത്തെ നമ്മുടെ ഉദ്ദേശം ചുമ്മാ കറങ്ങി നടക്കാനല്ല, ഒരു ബസ് ടൂറാണ്. വെറും ബസ് ടൂറല്ല, ഓപ്പൺ ടോപ്പ് ഡബിൾ ഡെക്കർ ബസ് ടൂറാണ്. ഈ പോകുന്ന ചേട്ടൻ്റെ കയ്യിൽ നിന്നാണ് നമ്മൾ ടിക്കറ്റ് എടുത്തത്. ബസ് വരുന്ന സ്പോട്ടിലേക്കാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഇവിടെ വന്നപ്പോൾ നോട്ട് ചെയ്തതായിരുന്നു ഈ ബസ് ടൂറ്. പക്ഷേ ഇന്നലെ ടൈമില്ലാത്തതുകൊണ്ട് കയറാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് പറ്റുകയാണെങ്കിൽ കയറാമെന്ന് വിചാരിച്ചു. നമ്മൾ ഇന്നലെയും ഇന്നും ഒക്കെ ആയിട്ട് രാവിലെ നടന്ന് കണ്ട പ്ലേസസ് നമ്മളിപ്പോൾ ബസ്സിൽ പോയിട്ട് നൈറ്റ് വ്യൂ കൂടെ കാണും. അതാണ് ഉദ്ദേശം. ഇത് ആക്ച്വലി ഒരു ഗൈഡഡ് ടൂറാണ്. ബസ്സിൽ കയറുന്ന ടൈമിൽ നമുക്കൊരു ഹെഡ്സെറ്റ് തരും. അത് കണക്ട് ചെയ്തിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോ പ്ലേസിലെത്തുമ്പോഴും അതിൻ്റെ ഡീറ്റെയിൽസ് ഇതിൽ കേൾക്കാൻ പറ്റും. നമുക്ക് യൂഷ്വലി അറിയാത്ത കുറേ ഹിസ്റ്ററിയും കുറേ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറീസും ഒക്കെ ഈ ഒരു ടൂർ കൊണ്ട് അറിയാൻ പറ്റും. വേറെ വീഡിയോസൊന്നും എടുത്തില്ലെങ്കിലും ഇന്നും നമ്മൾ 2 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് റൂമിലെത്തിയത്. പോകുന്ന വഴിക്ക് നമ്മൾ ഫസ്റ്റ് വന്നപ്പോൾ ഫുഡ് കഴിച്ച ഒരു ഫുഡ് ട്രക്കില്ലേ, അവിടെ പോയി ഫുഡൊക്കെ കഴിച്ച് നെക്സ്റ്റ് ഡേ എണീക്കാൻ ലേറ്റ് ആവുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടും ബ്രേക്ക്ഫാസ്റ്റ് ഹോട്ടലിൽ നിന്ന് ആ ടൈമിൽ കിട്ടില്ല എന്നറിയാവുന്നത് കൊണ്ടും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ അവിടെ നിന്ന് പാഴ്സൽ വാങ്ങിയിട്ടാണ് പോയത്. അങ്ങനെ ഡേ 2 ഇവിടെ അവസാനിച്ചു. ഗുഡ് മോർണിംഗ്. 3ാമത്തെ ദിവസമായി. പരിപാടികളൊക്കെ കഴിഞ്ഞു. അടിപൊളിയായിരുന്നു. വീഡിയോ ഒക്കെ കുറേ എടുത്തൊന്നും എനിക്കറിയില്ല. കുറേ ഒന്നും എടുത്തിട്ടില്ല, മിക്കതും എടുത്തിട്ടില്ല. അതെ. അപ്പം എടുത്തതൊക്കെ അതിൽ ഇങ്ങനെ കുറച്ച് ഈശൊക്കെ എടുത്തിട്ട് ഒരു വ്ളോഗാക്കി ചെയ്യും. ഡേ 3ൽ നമ്മൾ ഫസ്റ്റ് വന്നത് സെൻട്രൽ പാർക്കിലേക്കാണ്. ഫസ്റ്റ് മഴ കാരണം മാറ്റി വെച്ച ഒരു പ്ലേസാണിത്. നട്ടുച്ചയ്ക്ക് പാർക്കിൽ വന്നാൽ സ്വാഭാവികമായിട്ടും നല്ല ചൂടായിരിക്കുമെന്ന് അറിഞ്ഞിട്ടും ഞങ്ങളൊന്ന് എത്തി നോക്കാൻ വന്നതാണ് ഇവിടെ. അതുകൊണ്ട് അധികം നടന്ന് ടാൻ അടിക്കാതിരിക്കാൻ നമ്മളൊരു ഇൻഡോർ സ്ഥലം കണ്ടുപിടിച്ചു. ഇത് ആക്ച്വലി ഒരു ബോണസാണ്. ഇവിടെ വരാൻ നമുക്ക് യാതൊരു പ്ലാനും ഉണ്ടായിരുന്നില്ല. പക്ഷേ വന്നതിൽ ഏറ്റവും അടിപൊളിയായിട്ട് തോന്നിയ ഒരു പ്ലേസും ഇതായിരുന്നു. ഈ ബിൽഡിങ്ങിൻ്റെ പേരാണ് സമ്മിറ്റ് 1 വാണ്ടർബിൾറ്റ്. ഇതൊരു മോഡേൺ ഒബ്സർവേഷൻ ഡെക്കാണ്. ഇവിടെ ഓരോ ഫ്ലോറിലും ഓരോ ടൈപ്പ് വ്യൂ അല്ലെങ്കിൽ ഓരോ ടൈപ്പ് എക്സ്പീരിയൻസ് ആണ് ഇവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്.
ഇതാണ് ഇവിടുത്തെ ആദ്യത്തെ ഫ്ലോർ. ഇവിടെ ഫുൾ ഗ്ലാസ് ആൻഡ് മിററാണ്. ഇവിടെ നിന്നുള്ള പുറത്തേക്കുള്ള വ്യൂവും നല്ല അടിപൊളിയാണ്. ഇതാണ് അടുത്ത ഫ്ലോർ. ഇതൊരു ജാപ്പനീസ് ആർട്ടിസ്റ്റ് എന്തോ കാര്യമായി ചെയ്തു വച്ചേക്കുന്ന ആർട്ട് വർക്കാണ്. ഇത് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഞങ്ങൾക്ക് 2 പേർക്കും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ നിന്ന് അധികം സമയം കളയാതെ നമ്മൾ അടുത്ത ഫ്ലോറിലേക്ക് പോയി. ഇതാണ് നമ്മുടെ ഫേവറേറ്റ് ഫ്ലോർ. ഇവിടെ കുറേ ബലൂൺസ് ഇങ്ങനെ എയറിൽ പാറിപ്പറന്ന് നടക്കും. ബലൂൺ തട്ടിക്കളിക്കാൻ പ്രത്യേകിച്ച് ബുദ്ധിയുടെ ആവശ്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കുറേ നേരം ഇവിടെ എൻജോയ് ചെയ്ത് നടന്നു. അടുത്ത ഫ്ലോറിൽ ഒരു ഫോട്ടോ പോയിൻറ്റും പിന്നെ ഒരു ക്ലൗഡ്സിൻ്റെ സ്ക്രീൻ ഡിസ്പ്ലേ ആയിരുന്നു. നമ്മളിവിടെ കയറുന്ന ടൈമിൽ നമ്മുടെ ഫോട്ടോസ് എടുക്കും. അത് വെച്ചിട്ട് നമ്മുടെ ഫേസ് ക്ലൗഡിൽ വരുന്ന പോലെ ഇവരിവിടെ ഡിസ്പ്ലേ ചെയ്യും. ഇങ്ങനെ ആകാശത്തൂടെ നടക്കുന്നൊരു ഫീലിംഗ് ആണ് ഇവിടെ വെച്ചിട്ട് നമുക്ക് ഉണ്ടാവുക. നമ്മളങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി. ഇതിൻ്റെ തൊട്ടടുത്താണ് ഗ്രാൻഡ് സെൻട്രൽ ടെർമിനൽ. ഒരുപാട് മൂവീസിലൊക്കെ കണ്ടിട്ടുണ്ടാകും. ഒരു വേൾഡ് ഫേമസ് ട്രെയിൻ സ്റ്റേഷനാണിത്. ഇവിടുത്തെ മെട്രോസിൻ്റെയും സബ്വേസിൻ്റെയും എല്ലാം ഒരു മെയിൻ ഹബ്ബാണിത്. ഇവിടെ 44 പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അപ്പോൾ തന്നെ ഗസ് ചെയ്യാലോ എന്ത് വലുതാവും എന്നുള്ളത്. അടുത്തതാണ് ന്യൂയോർക്കിലെ പബ്ലിക് ലൈബ്രറി. ഇതൊരു മൈൻഡ് ബ്ലോയിങ് പ്ലേസ് ആണ്. ആർക്കിടെക്ചർ കൊണ്ടാണെങ്കിലും ഇവിടെയുള്ള റിസോഴ്സസ് കൊണ്ടാണെങ്കിലും കുറേ ബുക്സിൻ്റെയൊക്കെ ഫസ്റ്റ് എഡിഷൻ കോപ്പീസ് ഉണ്ട് ഇവിടെ. പിന്നെ കുറേ ഓൾഡ് മാനുസ്ക്രിപ്റ്റ്സ് ഉണ്ട്. പിന്നെ പണ്ട് മാപ്സ് കൈകൊണ്ട് വരച്ച് തുടങ്ങിയ ടൈമിലുള്ള ഡ്രാഫ്റ്റുകളും ഇവിടെ കാണാൻ പറ്റും. ന്യൂയോർക്കിൽ വരുന്നവർ മസ്റ്റായി വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് ആണ് ഇതെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഞങ്ങൾ ഓൾമോസ്റ്റ് എല്ലാവരെയും കവർ ചെയ്തു എന്നാണ് ഒരു നിഗമനം. അങ്ങനെ എയർപോർട്ടിലേക്ക് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഇതോടുകൂടി നമ്മുടെ ന്യൂയോർക്ക് വ്ലോഗ് അവസാനിച്ചിരിക്കുന്നു. ഇതുവരെയും നിങ്ങൾ കണ്ടെങ്കിൽ താങ്ക് യു ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് കമൻറ്റ്. ഇനി അടുത്ത വീഡിയോ ആയി കാണാം. അതുവരയ്ക്കും ടാറ്റ ബൈ ബൈ, സീ യു.